നമസ്കാരം. സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇന്നും വരും ദിവസങ്ങളിലും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നിങ്ങനെ 7 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി. മെയ് 2 ശനിയാഴ്ച മഴ കൂടുതൽ വടക്കൻ ജില്ലകളിലേക്ക് വ്യാപിക്കും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിലാണ് അന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ട്. അതേസമയം പുറത്തുനിന്ന് വൈദ്യുതി ലഭിക്കുന്നതിനൊപ്പം വേനൽ മഴ ലഭിക്കുന്നതോടെ ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്നാണ് KSEB വിലയിരുത്തൽ. എങ്കിലും പലയിടത്തും വൈദ്യുതി തടസ്സം ഉണ്ട്. വേനൽ മഴ ലഭിച്ചതോടെ സംസ്ഥാനത്ത് താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ശക്തമായ മഴയിലും കാറ്റിലും ഇടുക്കിയിലും മറ്റ് സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. മെയ് 2 വരെ ശക്തമായ വേനൽ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം. അതേസമയം വടക്കൻ ജില്ലകളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുകയാണ്. പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ താപനില 39.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോട് ജില്ലയിലും ഉയർന്ന താപനിലയായ 37.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 12 ജില്ലകൾക്ക് നൽകിയിരുന്ന യെല്ലോ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വ്യാപകമായി വേനൽ മഴ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലകളിൽ ലഭിച്ചതുപോലുള്ള വടക്കൻ കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ട എങ്കിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. മഴയോടൊപ്പം ശക്തമായ ഇടിമിന്നലിനും സാധ്യത ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ ഉടൻ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറേണ്ടതുണ്ട്. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുവാനും മൊബൈൽ ഫോൺ ഉപയോഗം ഒഴിവാക്കുവാനും ശ്രദ്ധിക്കുക. കടലിന്റെ കാറ്റിൽ വേഗത വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നവർ കാലാവസ്ഥാ വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും കാരണമായേക്കാം. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വെള്ളം കയറാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്.